ലോക ക്രിക്കറ്റിൽ കിങ് കോഹ്ലിയോട് താരതമ്യം ചെയ്യാൻ ഒരു താരമുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമാകും. എന്നാൽ ഈ ചോദ്യം ഒരു പാക് ആരാധകരോടാണ് ചോദിക്കുന്നതെങ്കിൽ ബാബർ അസം എന്ന ഒറ്റ പേരാകും അവർ പറയുക. ഒരു സമയത്ത് വിരാട് കോഹ്ലിയേക്കാൾ കേമനെന്ന് പാക് ആരാധകർ വാഴ്ത്തിയ താരമാണ് ബാബർ അസം. പാക് നായകനായും മികവ് കാട്ടിയ താരത്തിന് അടുത്ത കാലത്തായി കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെട്ട ബാബറിന് പാകിസ്ഥാന്റെ 2020 ടീമിലെ സീറ്റും നഷ്ടമായി. എന്നാൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ ഗംഭീര തിരിച്ചുവരവാണ് ബാബർ അസം കാഴ്ചവെക്കുന്നത്. ലീഗിൽ പേഷ്വാർ സാൽമിയുടെ നായകനാണ് ബാബർ. കഴിഞ്ഞ ദിവസം കൊറ്റ്വ ഗ്ലാഡിയേറ്റേഴ്സിനെതിരെ 71 റൺസ് നേടിയ ബാബർ ക്രിക്കറ്റിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ബാബറിന്റെ 100ാമത് T20 അർദ്ധ സെഞ്ചുറിയാണ് ഇന്നലെ പിറന്നത്. ഈ റെക്കോർഡിലെത്തുന്ന ആദ്യ പാക് ക്രിക്കറ്റർ കൂടിയാണ് ബാബർ അസം. ലോക ക്രിക്കറ്റിൽ ഈ നാഴികക്കല്ല് പിന്നിടുന്ന 4ാമത്തെ താരവുമായി ബാബർ മാറി. ഡേവിഡ് വാർണർ, വിരാട് കോഹ്ലി, ജോസ് ബട്ട്ലർ എന്നിവർ മാത്രമാണ് T20യിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുള്ളത്. ഡേവിഡ് വാർണർ 116, വിരാട് കോഹ്ലി 107, ജോസ് ബട്ട്ലർ 100, ബാബർ അസം 100 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. 100 T20 അർദ്ധ സെഞ്ചുറികൾ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ താരം എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡും ബാബർ തിരുത്തിക്കുറിച്ചു. കോഹ്ലി 401 ഇന്നിംഗ്സുകൾ എടുത്തപ്പോൾ ബാബർ നേടിയത് വെറും 341 ഇന്നിംഗ്സുകളാണ്. വിരാട് കോഹ്ലിയുടെയും വാർണറുടെയും റെക്കോർഡും മറികടന്ന് പട്ടികയിൽ ഒന്നാമനാകാൻ ബാബറിന് കഴിയുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ബാബർ അസം അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതകളുണ്ട്. 31കാരനായ ബാബറിന് നിലവിലെ അവസ്ഥയിൽ 5 വർഷം കൂടി തുടരാനായേക്കും. എന്നാൽ വിരാട് കോഹ്ലി IPL മാത്രമാണ് നിലവിൽ കളിക്കുന്നത്. അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താരത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ താരതമ്യേന കുറവായിരിക്കും. വാർണർക്ക് 39 വയസ്സായി. അതിനാൽ അധികകാലം അദ്ദേഹം T20 ലീഗുകൾ കളിക്കില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ വിരാട് കോഹ്ലിയുടെയും ഡേവിഡ് വാർണറുടെയും റെക്കോർഡ് മറികടക്കാൻ ബാബറിന് അവസരമുണ്ട്. ജോസ് ബട്ട്ലർ മാത്രമായിരിക്കും ബാബറിന് ഈ പട്ടികയിൽ ഏക വെല്ലുവിളി. അദ്ദേഹത്തിനും കുറച്ച് വർഷത്തെ ക്രിക്കറ്റ് ശേഷിക്കുന്നുണ്ട്. അടുത്ത 2-3 വർഷം കൂടി ബട്ട്ലറിന് മികവ് തുടരാനായാൽ ബാബർ അത് തിരിച്ചടിയാകും. അതല്ലെങ്കിൽ പട്ടികയിൽ ഒന്നാമനാകാൻ ബാബറിന് അവസരമുണ്ട്. മോശം പ്രകടനത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ആരാധകരടക്കം വിമർശനം നേരിടുകയും സിംബാബ്വെക്കെതിരെ മാത്രം തിളങ്ങുന്ന താരമെന്ന പരിഹാസം കേൾക്കുകയും ചെയ്ത അതേ ബാബറാണ് ശക്തമായി തിരിച്ചു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ മറികടക്കാൻ ബാബറിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ 12,000 T20 റൺസ് എന്ന നാഴികക്കല്ല് ബാബർ പിന്നിട്ടത് കേവലം 338 ഇന്നിംഗ്സുകളിൽ നിന്നാണ്. അവിടെ ഒന്നാമനായിരുന്ന ക്രിസ് ഗെയിലിന്റെ 343 ഇന്നിംഗ്സുകളും വിരാട് കോഹ്ലിയുടെ 360 ഇന്നിംഗ്സുകളുമാണ് താരം പിന്തള്ളിയത്. പാകിസ്ഥാനായി 12,000-ലധികം T20 റൺസ് നേടുന്ന രണ്ടാമത്തെ താരം മാത്രമാണ് ബാബർ. മുൻ പാകിസ്ഥാൻ നായകൻ ഷുഐബ് മാലിക് 13,570 റൺസോടെയാണ് ബാബറിന് മുന്നിൽ നിൽക്കുന്നത്. ഈ നേട്ടങ്ങൾക്കിടയിലും ബാബറിന്റെ റെക്കോർഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. IPL പോലെ ഉയർന്ന നിലവാരം PSL ഇല്ല. ചെറിയ ബൗണ്ടറികളാണ് ഇവിടെയുള്ളത്. കളിക്കുന്നവരിൽ കൂടുതലും നിലവാരം കുറഞ്ഞ താരങ്ങളും. ലോക ക്രിക്കറ്റിലെ പ്രമുഖ ബൗളർമാരെല്ലാം കളിക്കുന്ന IPL കളിച്ചാണ് ഇന്ത്യൻ താരങ്ങളിൽ പലരും വലിയ റെക്കോർഡിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലവാരമില്ലാത്ത PSL കണക്കുകൾ വിലയിരുത്തി റെക്കോർഡുകൾ നേടുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നാണ് ആരാധകരുടെ പക്ഷം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാൻ യോഗ്യതയില്ലാത്തവനായി ബാബർ മാറിയെന്നും ആരാധകർ പരിഹസിക്കുന്നുണ്ട്. ബാബർ അസമിന്റെ സമീപകാലത്തെ അന്താരാഷ്ട്ര പ്രകടനങ്ങളൊന്നും നിലവാരമില്ലാത്തതാണ്. ബാബർ മികച്ചൊരു പ്രകടനം സൂപ്പർ ടീമുകൾക്കെതിരെ കാഴ്ചവെച്ചിട്ട് നാളുകളേറെയായി എന്നും ഇവർ ചർച്ചയാക്കുന്നു. എന്തായാലും ബാബറിന്റെ ഓരോ നേട്ടവും പാകിസ്ഥാൻ ആരാധകർ ആഘോഷമാക്കുകയാണ്.